ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നമ്മുടെ SSLC മാത്സിലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നോക്കുവാണ്. അതിനകത്ത് നമുക്ക് സം ഓഫ് എ സീക്വൻസ് ഒരു സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ തുക കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളെ ഞാൻ പല ലെവലുകളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ലെവൽ മുതൽ ഏറ്റവും ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലെവൽ വരെയുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സം ഓഫ് എ സീക്വൻസ്, ഒരു സീക്വൻസിലെ ഒരു ശ്രേണിയിലെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പോവുകയാണ് നമ്മൾ. ഓക്കെ, അതിപ്പോൾ ഞാനിവിടെ ഒരു 3 ശ്രേണി കൊടുത്തിട്ടുണ്ട്. ഈ 3 ശ്രേണിയുടെയും തുകകൾ നമുക്കെങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് ഒരു ഇക്വേഷനായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ വരാറില്ലേ, അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിലേ അതങ്ങ് ഒഴിവാക്കുവാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാവുന്ന രീതിയിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻസൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ സീരീസ് എടുക്കുവാണ്. ഒന്നാമത്തെ സീരീസിൽ ഈ സീരീസിൽ ഈ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി, ഈ സീരീസിലെ നടുക്ക് കിടക്കുന്ന ടേം ഏതാണെന്ന് നോക്കും. ഓക്കെ, ഈ സീരീസിലെ നടുക്ക് കിടക്കുന്ന ടേം എന്ന് പറയുന്നത് ഈ 9 കണ്ടോ. എങ്ങനെയാണ് നടുക്ക് കിടക്കുന്ന ടേം കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 9ന് മുമ്പ് 2 ടേംസ് കിടപ്പുണ്ട്, 9ന് ശേഷവും 2 ടേംസ് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നടുക്ക് കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ. ഈ നടുക്ക് കിടക്കുന്ന ടൈമിനെ എടുത്തുകൊണ്ട് വരും 9. ഓക്കെ, അതേപോലെ ഈ സീരീസിൽ മൊത്തം എത്ര പദങ്ങളുണ്ടെന്ന് നോക്കും. ഈ സീരീസിൽ മൊത്തം 5 പദങ്ങളുണ്ട് അല്ലേ. 1, 2, 3, 4, 5 പദങ്ങളുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ഞാനങ്ങ് ഗുണിക്കും, ഇൻറ്റു ചെയ്യും. 9 × 5 = 45. ഇതാണ് ഈ സീരീസിൻ്റെ അല്ലെങ്കിൽ ഈ സീക്വൻസിൻ്റെ സമ്മ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സിമ്പിളല്ലേ. അതായത് എന്തൊക്കെയാണ് ചെയ്തത്, ഈ സീരീസിലെ നടുക്ക് കിടക്കുന്ന ടേം എടുത്തുകൊണ്ട് വന്നു, അതേപോലെ ഈ സീരീസിൽ മൊത്തം എത്ര പദങ്ങളുണ്ടെന്നും നോക്കി. അത് തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത സീരീസിൻ്റെ ഒന്ന് നോക്കിയാലോ. ഇവിടെയും നമ്മൾ എന്ത് നോക്കുന്നു, നടുക്ക് കിടക്കുന്ന പദം ഏതാണെന്ന് നോക്കുന്നു. നടുക്ക് കിടക്കുന്ന പദം ഇവിടെ 12 ശരിയല്ലേ. 12ന് മുമ്പ് 2 പദങ്ങളുണ്ട്, 12ന് ശേഷവും 2 പദങ്ങളുണ്ട്. അപ്പം 12 ഇവിടുത്തെ നടുക്കത്തെ പദമെന്ന് മനസ്സിലായി. അപ്പോൾ 12 ഞാൻ എടുത്തുകൊണ്ട് വരുന്നു, ഇൻറ്റു പദങ്ങളുടെ എണ്ണം അല്ലേ. ഇവിടെ 1, 2, 3, 4, 5 പദങ്ങളുണ്ട്. സോ ഞാനിവിടെ 12 × 5 = എത്ര കിട്ടും, 60 എന്ന് കിട്ടും. ശരിയല്ലേ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ പദങ്ങളുടെ തുക, ഈ സീരീസിലെ പദങ്ങളുടെ എല്ലാം കൂടെ തുക എന്ന് പറയുന്നത് 60 ആണ്. പിടികിട്ടിയല്ലോ. വീണ്ടും മൂന്നാമത്തെ ചോദ്യം, ഇത് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ആദ്യത്തെ 2 ചോദ്യത്തിൻ്റെ അതേ മാതൃകയിൽ തന്നെ ഇതും ചെയ്യാവുന്നതാണ്. ഇവിടെയും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നടുക്ക് കിടക്കുന്ന പദം കണ്ടുപിടിക്കണം. ഇവിടെ 13 നടുക്ക് കിടക്കുന്നത്, കാരണം 13ന് തൊട്ട് മുമ്പ് 2 അതിന് ശേഷവും 2. എപ്പോഴും ആലോചിക്കേണ്ടത്, നടുക്ക് കിടക്കുന്ന പദം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ള അതേ എണ്ണം തന്നെ അതിന് ശേഷവും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നടുക്ക് കിടക്കുന്ന പദം ഇവിടെ 13. ടോട്ടൽ പദങ്ങളുടെ എണ്ണം, ആ സീരീസിലെ ടോട്ടൽ പദങ്ങളുടെ എണ്ണം 1, 2, 3, 4, 5 അല്ലേ. 5 എണ്ണമാണ്. അപ്പോൾ 13 × 5 എത്ര കിട്ടും, 50, 15, 65 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് ലെവലിൽ നമ്മൾ സം ഓഫ് എ സീക്വൻസ് എന്ന് പറയുന്ന ആ ഒരു സീരീസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ. അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നടുക്ക് കിടക്കുന്ന പദവും പദങ്ങളുടെ എണ്ണവും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പദങ്ങളുടെ തുക കിട്ടും. ഓക്കെ, അപ്പം നിങ്ങളും ഇതേപോലുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക, എളുപ്പമാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ.